നമുക്ക് വളരെയധികം സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കഴിയുന്ന ഒരു നാടാണ് മലപ്പുറം. പക്ഷേ വർഗീയവാദികൾക്ക് ആ മലപ്പുറം ജില്ലയെ കാണുമ്പോൾ വല്ലാത്ത ചൊറിച്ചിലാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറേ കാലങ്ങളായി ഇത്തരത്തിൽ മലപ്പുറം ജില്ലയെ കടന്നാക്രമിക്കുന്ന പ്രവണത അത് പലപ്പോഴും കണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതലും മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ് മലപ്പുറം. അതോടൊപ്പം അവിടെ മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. അത്തരം മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചകൾ പലപ്പോഴും ഇത്തരം വർഗീയവാദികളെ വല്ലാതെ സങ്കടപ്പെടുത്താറുണ്ട്. കാരണം അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് മനുഷ്യന്മാർ തമ്മിലടിക്കണമെന്നുള്ളതാണല്ലോ. നമുക്ക് 2 ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിലധികവും സംഘപരിവാർ പ്രൊഫൈലുകളിലാണ്. നദീർ ഫൈസി എന്ന് പറയുന്ന വ്യക്തി മലപ്പുറത്തെ ഒരു ക്ഷേത്രത്തിൽ കയറി അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളും മറ്റുമൊക്കെ തകർത്തെന്നും അവിടെ ഓഫീസിലെ പൂട്ടുകളൊക്കെ തകർത്തു എന്നടക്കമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ നദീർ ഫൈസി എന്ന് പറയുന്ന വ്യക്തി കാറിൽ തൻ്റെ 14 വയസ്സുള്ള മകളെയും കൊണ്ട് ഈ ക്ഷേത്രത്തിനടുത്തേക്ക് വരികയാണ്. അതിനുശേഷമാണ് ഇയാൾ ആ ക്ഷേത്രത്തിനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും കേടുപാട് വരുത്തുകയും ഒക്കെ ചെയ്തത്. ഈ ക്ഷേത്രത്തിലെ ഒരു ആക്രമണം കണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാനെത്തിയ ഒരു സഹോദരിയെ ഈ വ്യക്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്നൊക്കെ പറഞ്ഞതായും പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇയാളെ പോലീസ് പിടികൂടി. ഇപ്പോൾ ജയിലിലാണ്, 14 ദിവസത്തെ റിമാൻഡിലാണ്. നോക്കിയൊരു സംഭവം നടക്കുന്ന സമയത്ത് ആ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഏനാന്തി സ്വദേശി മണ്ണൂക്കടവൻ നദീർ ഫൈസി എന്നയാളെയാണ് പരാതിയുടെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ കാറിൽ 14 വയസ്സ് പ്രായം വരുന്ന കുട്ടിയുമായി എത്തി പ്രതി ക്ഷേത്രത്തിലെ ദേവീ ശ്രീകോവിലിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം നാശനഷ്ടം വരുത്തുകയും ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും ചെയ്തതായി ക്ഷേത്ര കുടുംബാംഗം വേണുഗോപാലൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ അവർക്ക് ഫോൺ കോൾ വന്നു. ഇവിടെ കുളിച്ചാൽ കള്ളം കയറിയില്ല. അപ്പോൾ എന്താ അങ്ങനെ പെട്ടെന്ന് വന്ന് അപ്പോഴേക്ക് ഇവരെ വിളിച്ച് ഞാൻ അറിയിച്ചു. സ്റ്റേഷനിലേക്ക് വിളിച്ചു, SIക്ക് വിളിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മളെ അനിയൻ്റെ ഭാര്യ നമ്മൾ തറവാട്ടിലുള്ള അനിയൻ്റെ ഭാര്യ പിന്നെ ഇവർ ഇറങ്ങി വരുന്ന കണ്ടില്ല. ഒരു കാറിൽ 2 ആൾ ഇറങ്ങി വന്നിട്ടാണ് ഇവിടേക്ക് വന്നത്. റോട്ടിൽ നിർത്തിയിട്ട് ഇല്ല, ഗേറ്റിലൊക്കെ നിർത്തിയിട്ടാണ് വന്നത്. അങ്ങനെ അനിയൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലാണ് തയ്യൽ മിഷനിൽ എന്തോ തയ്ക്കുന്നു. 2 ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയറി വരാത്ത കണ്ടപ്പോൾ ഇറങ്ങി വന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെ വന്ന് നോക്കി ഇവിടെ അമ്പലത്തിലെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഭഗവതിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ 2 പേർ ഇറങ്ങി വരുന്നത്. പൂട്ടൊക്കെ തച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ 2 ആൾ ഇറങ്ങി വരുന്നത്. ഇവിടെ കണ്ട വഴിക്ക് ഇവിടെ പിന്നാലെ കൂടി എന്തൊക്കെ കത്തിയായിട്ട് പിന്നാലെ കൂടിയാണ് കൊല്ലുന്ന പിന്നാലെ കൂടി ഇവിടെ നിലവിളി കൂടി വീട്ടിലേക്ക് പോയി ചെയ്തത്. ഒന്നും പോയിട്ടില്ല, ഒരു സാധനം പോയിട്ടില്ല. ഇതിനുള്ളിൽ നശിപ്പിക്കാനാണ് ഉദ്ദേശം. ഇത് ക്ഷേത്രത്തിൽ അക്രമം നടത്തുന്നത് കണ്ട് ചോദിക്കാനെത്തിയ സഹോദരന്റെ ഭാര്യ രജനിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് CCTVകളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുതര വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മഞ്ചേരിയിൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നമുക്കറിയാം, തലയ്ക്ക് വെളിവുള്ള, സാമാന്യ ബോധവും വിവരവുമുള്ള, പ്രത്യേകിച്ച് ഒരു ഫൈസി ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തി ഇതുപോലൊരു ക്ഷേത്രത്തിനകത്ത് കയറി അവിടെയുള്ള വിഗ്രഹങ്ങൾ തച്ചു തകർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇയാൾക്ക് മാനസികാസ്വാസ്ഥമുള്ളതായും സൂചനയുണ്ട് എന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, 100 കണക്കിന് ഫൈസിമാർ ഇന്ന് കേരളത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ജാമിയ നൂരിൽ നിന്നും ആ ഒരു സനദ് ഫൈസി ബിരുദം കരസ്ഥമാക്കിക്കൊണ്ട് ആ പണ്ഡിതന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ മതവർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാനല്ല, നേരെ മറിച്ച് മറ്റു മതങ്ങളെ ആദരിക്കാനും മനുഷ്യസ്നേഹം പഠിപ്പിക്കാനുമൊക്കെയാണ്. നമുക്കിതിനു മുമ്പ് ഏതെങ്കിലും ഫൈസിമാർ അവർ ആരെങ്കിലും ഇതുപോലൊരു പ്രവർത്തനം ചെയ്തതായി നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു മാനസിക നില തെറ്റി ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കരുതി അത് മൊത്തം ഇസ്ലാമിൻ്റെ മേൽ കെട്ടിവെക്കുന്ന ഇത്തരം ആളുകളുടെ മനസ്സിലെ ആ ഒരു വർഗീയത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം പാലക്കാട് നടുറോഡിൽ ഒരു സ്ത്രീ നിസ്കരിച്ച ആ ഒരു ദൃശ്യത്തെ ചൊല്ലി ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നടന്നു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിൽ മതം കലർത്തി അതിനെ വളച്ചൊടിച്ച് അതിനെ മറ്റൊരു തരത്തിലേക്ക് ഇത്തരം ആളുകൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. നോക്കൂ, മലപ്പുറത്തിൻ്റെ ആ ഒരു സാഹോദര്യവും സ്നേഹവും ഇത്തരം ആളുകളെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. നോക്കൂ, പ്രളയം നടന്ന സമയത്ത് അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ശുദ്ധി വരുത്തി അതിനെ വൃത്തിയാക്കിയത് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളായിരുന്നു. രാത്രി 2-3 മുസ്ലിം സഹോദരങ്ങൾ നടന്നു വരുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിനകത്ത് തീ കത്തുന്നത് കണ്ട് ആ തീ കത്തിയത് അണയ്ക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ആ 3 മുസ്ലിം സഹോദരങ്ങളായിരുന്നു. ആ സമയത്ത് അവർ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ക്ഷേത്രം കത്തി നശിച്ചേനെ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്.
പറഞ്ഞാൽ തീരാത്ത മനോഹരമായ മതസൗഹാർദ്ദത്തിന്റെ ഒരുപാട് സന്ദേശങ്ങൾ. ഇത്തരം കാര്യങ്ങളൊന്നും ഇവരുടെ കണ്ണിൽ കാണില്ല. അവർ ചർച്ച ചെയ്യാറേയില്ല. കാരണം അത് അവരുടെ ആവശ്യമല്ല. എന്നാൽ നേരെ മറിച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു മാനസിക നില തെറ്റിയ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിൽ ചെയ്യുന്ന ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ തൂക്കിയെടുത്ത് അതിനെ എക്സാജറേറ്റ് ചെയ്ത് ഊതി വീർപ്പിച്ച് അതിൽ ചർച്ച ചെയ്ത് അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം ആളുകളുടെ ഈ ഒരു പ്രവണത അത് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജനൻ ടി വിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മുസ്ലിമീങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്നവരാണ് അവർ. പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ചാകുമ്പോൾ വല്ലാത്ത കുശാലാണ്. അവർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനൻ ടി വി പുറത്തുവിട്ട ഒരു വാർത്ത നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം. മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം. മമ്മുള്ളി കുട്ടിച്ചാത്തൻ കാവിന് നേരെയാണ് ആക്രമണം. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി. സംഭവത്തിൽ ഏലാതി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങൾ ശിവദാസ് കൺമനമാണ് നൽകുന്നത്. ശിവദാസ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ്. വല്ലാത്ത ജാതി. കേരളത്തിൽ ഏറ്റവും കൂടുതലും ക്ഷേത്രങ്ങളിൽ ആക്രമണം നടക്കുന്ന ജില്ല മലപ്പുറം എന്നാണ് ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, മനുഷ്യന്മാരാകുമ്പോൾ കുറച്ചെങ്കിലും ഒരു ലേശം അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം. കള്ളം പറഞ്ഞ് മനുഷ്യന്മാരെ പരസ്പരം തമ്മിലടിപ്പിക്കരുത്. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയേക്കാൾ ഏറ്റവും കൂടുതലും ക്ഷേത്രങ്ങളുള്ളത് ആ മലപ്പുറം ജില്ലയിലാണ്. അതായത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ആ ജില്ലയിലുള്ള ക്ഷേത്രത്തിനേക്കാൾ എണ്ണം മലപ്പുറത്തിലുണ്ട്. മലപ്പുറത്ത് ഇതിനു മുമ്പ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണമുണ്ടായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പിടികൂടിയവരോ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു RSS പ്രവർത്തകനായിരിക്കും. അത്തരത്തിൽ നിരന്തരമായ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്നേഹത്തോടുകൂടി കഴിയുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നത്. നമുക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി തങ്ങൾ വളരെയധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്ന ആ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ പോലും ഇത്തരം ആളുകൾ തച്ചു തകർക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ മനസ്സിലെ വർഗീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതിനോടൊപ്പം മറ്റൊരു പച്ചക്കള്ളം കൂടി ഈ വ്യക്തി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൂടി കേൾക്കാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന നിലയിൽ UDFന്റെ പ്രവർത്തകർ ആ ജില്ലയിൽ മുദ്രാവാക്യം മുഴക്കിയത്. ഇപ്പോൾ ഈ കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന് പിന്നിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ. അയാളുടെ മറ്റു വിവരങ്ങൾ കൂടി പറയൂ ശിവദാസ്. കണ്ടില്ലേ അടുത്ത നുണ. ക്ഷേത്രങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുമെന്ന് UDF പ്രവർത്തകർ പറഞ്ഞുവെന്നാണ് ഈ വ്യക്തി പറയുന്നത്. നോക്കൂ, ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. എന്നിട്ടും അത് വീണ്ടും വീണ്ടും പറഞ്ഞ് അതിൽ വർഗീയത കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ആദ്യം പറഞ്ഞു വെച്ചത് ആ പ്രതിഷേധിച്ചത് മുസ്ലിമുകളാണെന്നും മുസ്ലിം ലീഗുകാരെന്നൊക്കെയായിരുന്നു. പിന്നീടാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ഒരു നമ്പൂതിരി കൂടിയാണ്. ആ വ്യക്തി തന്നെയാണ് ഈ ക്ഷേത്രത്തിന് നേരെ പരാതി കൊടുത്തത്. അവിടെ നിന്നും എപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരാതി കൊടുക്കുന്നത്. ഇതാണ് ആ ഒരു സംഭവം. ഈ ഒരു സംഭവത്തെയാണ് അതിൽ മതം കലർത്തി, രാഷ്ട്രീയം കലർത്തി, അതിനെ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്ക് ഈ വർഗീയവാദികൾ കൊണ്ടുപോയത്. നമുക്ക് ദയവ് ചെയ്ത് സ്നേഹത്തോടുകൂടി മതസൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന ആ ജനങ്ങളെ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാതിരിക്കുക.